ഇത് ബേപ്പൂർ. ബേപ്പൂർ ചാലിയാർ പുഴയും ബേപ്പൂർ കടലും ഒത്തുചേരുന്ന സംഗമസ്ഥാനം. ചാലിയാർ പുഴയിലൂടെ ബോട്ടിലൂടെ നീങ്ങിയാൽ ബേപ്പൂർ കടലിൻ്റെ ചെറിയ വശങ്ങളിലൂടെ പോയി തിരിച്ചു വരാം. സ്പീഡ് ബോട്ടിൽ കയറിക്കഴിഞ്ഞാൽ വളരെ കൗതുകകരമായ യാത്രയാണ് നമുക്ക് സമ്മാനിക്കുക. വളരെ സ്പീഡിൽ പോകുന്ന സ്പീഡ് ബോട്ടിൻ്റെ വേഗതയ്ക്കനുസരിച്ച് ഡ്രൈവർ തിരിച്ചും മറിച്ചും ഓടിക്കുമ്പോൾ ജലകണങ്ങളെ ഭേദിച്ചുകൊണ്ട് നീങ്ങുമ്പോൾ ജലധാര തന്നെ നമ്മുടെ ദേഹത്തേക്ക് ഒഴുകുന്നത്, തെറിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ആ ബോട്ടിലെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ പോയത് ചാലിയാർ പുഴ കടന്ന് ഞങ്ങൾ പോയത് ബേപ്പൂർ കടൽ തീരത്തേക്കാണ്. അവിടെ ഒട്ടേറെ വിനോദസഞ്ചാരികൾ കടലിൽ വെള്ളത്തിലിറങ്ങി കളിക്കുന്നത് കാണാം. തിരമാലകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ കൗതുകകരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക. നല്ലൊരു അനുഭവമായിരുന്നു അവിടെ ഉണ്ടായത്. ഞങ്ങൾ കടലിലെ വെള്ളത്തിലേക്ക് ഇറങ്ങി. തിരമാലകൾ ആഞ്ഞടിച്ചു വന്നുകൊണ്ടിരുന്നു. ഞങ്ങളോടൊപ്പം ഒത്തിരി വിനോദസഞ്ചാരികൾ കടലിൻ്റെ തിരമാലകളെ ആസ്വദിച്ചു കൊണ്ടിരുന്നു. തിരമാലകൾ ആഞ്ഞടിക്കുന്നതും തിരമാലകളിൽ കളിക്കുന്നതും കൗതുകകരമായ കാഴ്ചയായിരുന്നു. കണ്ണിനും മനസ്സിനും വളരെ സന്തോഷകരമായ ഒരു നിമിഷമായിരുന്നു അത്. കടലിലെ വെള്ളം നമ്മുടെ കാലുകളെ തഴുകുമ്പോൾ പ്രത്യേക ഒരു അനുഭൂതിയാണ് നമുക്ക് ലഭിക്കുക. തിരമാലകൾ വന്ന് നമ്മുടെ കാലിൽ തഴുകി പോകുമ്പോൾ കാലിലെ അടിയിലെ മണ്ണുകൾ പോലും, മണൽ പോലും തിരമാലകൾ തിരിച്ചെടുത്തു പോകുന്നു. വളരെ രസകരമായ ഒരു അനുഭവമായിരുന്നു അത്. ഇന്ന് ശാന്തമായാണ് തിരമാലകൾ ആഞ്ഞടിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ചില ദിവസങ്ങളിൽ ഉഗ്രതയോടെ തിരമാലകൾ ആഞ്ഞടിക്കുമെന്ന് പരിസരത്തെ കടക്കാരും ഇവിടെ സ്ഥിരം വരുന്ന വിനോദസഞ്ചാരികളും പറയുന്നു. ഇന്ന് ഉഗ്രതാണ്ഡവമുള്ള തിരമാലകൾ ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുട്ടികൾ തിരമാലകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും ഞങ്ങൾ കയറി പിന്നീട് പോയത് ചാലിയാർ പുഴയും ബേപ്പൂർ കടലും കൂടി സംഗമിക്കുന്ന സ്ഥലത്തേക്കാണ്. ഈ സംഗമസ്ഥാനത്തിൻ്റെ നടുവിലൂടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ ഇരുവശവും ബെഞ്ചുകൾ സ്ഥാപിച്ച് വിനോദസഞ്ചാരികൾ അവിടെ ഇരുന്ന് കടലിൻ്റെയും ചാലിയാർ പുഴയുടെയും ആസ്വാദനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു വശത്ത് ആഞ്ഞടിക്കുന്ന തിരമാലകളുമായി ബേപ്പൂർ കടൽ അവൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. മറുവശത്ത് ശാന്തമായ ചാലിയാർ പുഴയും.